ഒന്നും പറയണ്ട എന്റെ വിദ്യാലക്ഷ്മി. രാവിലെ ഞാനും വില്ലേജ് ഓഫീസറും കൂടി ചെറിയൊരു വഴക്കുണ്ടായി. വീട്ടിലെ സകല ജോലിയും ചെയ്യാൻ ഞാനും, ക്രെഡിറ്റ് മുഴുവനും വില്ലേജ് ഓഫീസർക്കും വേണം. അത് നടക്കില്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞു. ഓ, എന്തുണ്ടാവാൻ, വൈകുന്നേരം ആവുമ്പോഴേക്കും വില്ലേജ് ഓഫീസർ കൂട്ടുകൂടാൻ വരുമെന്ന് എനിക്കറിയാലോ. ആ, സാറ് വരാൻ നേരായി, ഞാൻ രാത്രി വിളിക്കാം. ആ, ആളെത്തിയിട്ടുണ്ട്. ശരി, വിളിക്കാം. ആഹാ, എത്തിയല്ലോ വില്ലേജ് ഓഫീസർ. ഇതെന്ത് പറ്റി, നേരത്തെ ഇങ്ങ് പോന്നു? പോരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇന്ന് അടുക്കള കയറി മല മറിക്കാനുള്ളതല്ലേ. അപ്പോ എന്ത് തീരുമാനിച്ചു? തഹസിൽദാരെ വിളിച്ച് രാവിലെ പറഞ്ഞത് മാറ്റി പറയുന്നു, അതോ അടുക്കള കയറി പാചകം ചെയ്യുന്നു? അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ നീ എന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. എന്താ സംശയം? ചോറൊഴികെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒരു ചായ ഉണ്ടാക്കിയാലും ഞാൻ സമ്മതിക്കാം. ശരി, വെല്ലുവിളി വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഉത്തമൻ വരട്ടെ. അപ്പൊ അതാണ് പരിപാടി. ഉത്തമനെ കൂട്ടി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മോഹനയുടെ തനിച്ച് പാചകം ചെയ്യണം. ഞാൻ തനിച്ചാണ് പാചകം ചെയ്യാൻ പോകുന്നത്. പാചകം ചെയ്യാനുള്ള സാധനങ്ങളാണ് ഉത്തമന് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ അത് പറ്റില്ലെന്നുണ്ടോ? ഇല്ല. ഉത്തമൻ വരട്ടെ. സാറേ, സാറേ, നമസ്കാരം സാറേ. ഞാൻ താമസിച്ചില്ലല്ലോ. കുറച്ച് ഞാൻ വന്നിട്ട് 5 മിനിറ്റ്. സാർ, 5 മിനിറ്റ് താമസിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. ഉത്തമൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ വെച്ച് വേണ്ട, വാ. അറിയില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്താ ഉണ്ടാക്കേണ്ടത്? സാർ പായസം ഉണ്ടാക്കുന്നു. പായസം സാറേ, സിമ്പിൾ ആണെന്ന്. ഒരു പാത്രത്തില് ഈ പാല് പൊട്ടിച്ചൊഴിക്കുന്നു. പാല് തിളയ്ക്കുമ്പോ ഈ പായസം മിക്സ് കവറിനകത്തുള്ള സംഭവങ്ങളെല്ലാം കൂടെ എടുത്ത് അതിനകത്ത് തട്ടുക, ഒരു ഇളക്കിളക്കുക, പായസം റെഡി. അപ്പൊ നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്തുള്ള സാധനങ്ങൾ മൊത്തം അതിലങ്ങോട്ട് തട്ടിയിട്ട് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി, പായസം റെഡി. ഇതിനകത്തുള്ള എല്ലാം തട്ടണല്ലേ? എല്ലാം തട്ടണേ സാറേ. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ പായസം ഉണ്ടാക്കാൻ പോകുന്നു. അതെ, നല്ല ഒന്നാം തരം സേമിയ പായസം. അതോടെ നിന്റെ എല്ലാ തീരുമാനങ്ങളും മാറ്റിമറിക്കേണ്ടതായിട്ട് വരും. വർത്താനത്തിനൊരു കുറവില്ല. എന്തായാലും വർത്താനം നിർത്തി പ്രവർത്തിയിലേക്ക് കിടക്കും സാറ്. ഉത്തമനെ കൂട്ടാൻ ഞാനൊന്നിനും ഇല്ലേ. പായസം മോഹനകൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാൻ പായസം ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നീ എങ്ങാണ് ഇടയ്ക്ക് അടുക്കളയിൽ വന്ന അട്ടിച്ചിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റുകളെ. അടിപൊളി. ഈ കളി സാറേ എന്നെ ജയിക്കും പറ്റിയില്ലേ? അത് പായസ റെഡി മിക്സ് ആണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാലും അതുകൊണ്ട് പായസം ഉണ്ടാക്കാം. ഞാൻ എന്നാ പോട്ടെ, പായസം ഉണ്ടാക്കിട്ട് വിളിക്കണേ സാറേ. ഞാൻ ഈ പറഞ്ഞ സാറിന്റെ അടുത്ത് പറയല്ലേ. തിളച്ചതിന് ശേഷം ഇതിനകത്തുള്ള എല്ലാം തട്ടിയിടണം. അത്രയല്ലേ ഉള്ളൂ. വലിയ പായസം. ഒക്കെ വലിയ മോഹനകൃഷ്ണൻ ഇളക്കിയാൽ ഇളകും. എന്താ ഒരു
തോപ്പിക്കാൻ നോക്കുന്നു. കാണിച്ചു ഭാമേ, നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. നല്ല ഒന്നാം തരം സേമിയ പായസം റെഡി. പോയി നോക്കടി അടുക്കളയിലേക്ക്. എന്താ ഈ മണം? അതാണ് മോഹനകൃഷ്ണന്റെ കൈപുണ്യം. കൈപ്പുണ്യത്തിന് മണമുണ്ടോ? വർത്താനം പറയാതെ പോയി നോക്ക് വയ്ക്കോലേ. എത്ര നല്ല മണം. ഹലോ സാറേ, ഉത്തമനാണ്. എന്തായി? ഉത്തമ, അഹങ്കാരം കൊണ്ട് പറയാണെന്ന് കരുതരുത്. മോഹനകൃഷ്ണൻ സാറ് ഒരു സംഭവമാണ്. എന്തൊരു പാചകം! അതിന്റെ മണം മതിയല്ലോ 6 ഗ്ലാസ് കുടിച്ചു പോകാൻ. ഇപ്പൊ സാറിന് മനസ്സിലായല്ലോ, ഈ പാചകം എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നും അല്ല. ആ, ശ്രമിച്ച നിസാര കാര്യേ ഉള്ളൂ. ഉത്തമ, ഇന്ന് പായസം, നാളെ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഓ, എനിക്ക് പതുക്കെ പതുക്കെ പാചകം ഒന്ന് പഠിച്ചാൽ പിന്നെ ഭാമയെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സാറ് തയ്യാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആ, അതുകൊണ്ട് ഈ പായസം വെച്ച കാര്യം വക്കീലിനോട് പറഞ്ഞ പറയുന്നതിന് മുമ്പേ അവൾക്ക് മണം കിട്ടിയല്ലോ. നേരെ പാഞ്ഞിട്ടുണ്ട് അടുക്കളയിലേക്ക്. സാറേ, ഹലോ, ഇങ്ങനെയാണ് ഒരു സാധനം കൊടുക്കുന്നത്? സാറുണ്ടാക്കിയ പായസമല്ലേ? ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് ഒരു സ്പൂൺ ഇട്ട് വക്കീലിന്റെ കൈ വെച്ച് കൊടുക്കണ്ടേ? എന്നിട്ട് കഴിക്കൂ ഭാമേ എന്ന് പറയണം. ഓഹോ, പിന്നെ സാറേ, വക്കീലിനെ പായസം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായ അതിന്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നല്ല, അതെടുത്ത് കൊടുക്കണേ. ഫ്രീ ആയിട്ട് കിട്ടിയാണെങ്കിൽ ഷാമ്പു ആണല്ലോ സാറേ. പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ ഞാൻ സാറിന്റെ അടുത്ത് പറയാൻ മറന്നുപോയി. സാറിന് വാങ്ങിയത് പോലത്തെ ഒരു പാക്കറ്റ് ഞാനും വാങ്ങി വീട്ടിലേക്ക്. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു പാക്കറ്റ് സേമയുടെ കൂടെ ഒരു ഷാമ്പു ഫ്രീ. എന്ത് സാറേ ഒന്നും പറയാത്തെ? ഈ ഷാമ്പു പായസത്തിൽ ചേർത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഹലോ സാറേ, ഹലോ. ഈശ്വര, ഷാമ്പു എടുത്ത് പായസത്തിൽ ഒഴിച്ചെന്ന് ഈയാൾക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ? അയ്യോ, സർഫ്. അയ്യോ, അതോള് കണ്ടുപിടിച്ചു. ഈശ്വര, നോക്കണ്ട, ഷാമ്പു ആണത്. ഷാമ്പു. എന്താ ഇത്? ഇതെന്തിന്റെ മണമാണ് വന്നത്? സാർ ഇതിൽ എന്താ ചേർത്തത് എന്ന്? ഷാമ്പു. ഇങ്ങ ഞാൻ വരൂല. എന്തായിരുന്നു സാറിന്റെ ഉദ്ദേശം? പായസം ഉണ്ടാക്കിയതാ. ആണല്ലേ? ഷാമ്പു ചേർത്ത പായസം നിന്ന് എന്റെ വയറിളക്കാനായിരുന്നു ഉദ്ദേശം. ഒരബദ്ധം പറ്റിയതാ. ഇതും പായസത്തിന്റെ കവറിനകത്തായിരുന്നു. ആണോ? അതിനുള്ളതെല്ലാം പായസത്തിൽ ചേർക്കണമെന്ന് ഉത്തമനാ പറഞ്ഞത്. എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. വലിയ വില്ലേജ് ഓഫീസറാണ്. ഒരു പാക്കറ്റ് കണ്ടാൽ അതെന്താണെന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ പോലുമില്ല. ഇതൊന്നും എന്റെ കുറ്റമൊന്നുമല്ല. സേമയുടെ പാക്കറ്റിനകത്ത് ഷാമ്പു ഫ്രീ വെച്ചാണ് തള്ളണം. അപ്പോഴും കുറ്റം അവർക്ക് തന്നെയാണ്. അത് വായിച്ചു നോക്കാത്ത മോഹനേട്ടനല്ല.
എന്നാലും ആരെങ്കിലും സേമിയുടെ ഷാമ്പു ഫ്രീ തരുമോ? ഇനിയിപ്പോ ഇതെന്ത് ചെയ്യാനാണ് പരിപാടി? കഴിച്ചു നോക്കുന്നോ? അയ്യോ, എന്തോ അയ്യോ. ശരി, തഹസിൽദാരെ വിളിച്ച് പറ നളനുണ്ടാക്കിയ പായസത്തെ പറ്റി. അല്ല, സാറിന് പറ്റില്ലെങ്കിൽ ഞാൻ പോയി വിളിക്കാം. വേണ്ട, അത് ശരിയാവൂല. എന്താ ശരിയാവാത്തത്? വലിയ നാളനല്ലേ? തല്ലെ തേച്ച് നിന്റെ മുടി പൊഴിഞ്ഞു പോട്ടെ. പായസത്തിന്റെ കഥ അവിടെ തീർന്നു. ഇനിയിപ്പോ അതിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കണ്ട. കളിയാക്കാനാണെങ്കിൽ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് വലിയ സംഭവമല്ലേ വില്ലേജ് ഓഫീസർ? പ്രിയപ്പെട്ട മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് കഴിഞ്ഞ 1 വർഷമായി ഞങ്ങൾ നിത്യസന്ദർശകരാണ്. ഞങ്ങളെ നിങ്ങളിൽ ഒരാളായി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. മലയാളി മനസ്സുകളിലേക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശമായി ഓണക്കാലം പെയ്തിറങ്ങുന്ന നിമിഷങ്ങളാണ്. കൈരളി ടിവിയുടെയും കാരുണ്യസാരത്തിന്റെയും എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആഹ്ലാദകരമായ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ശേഷം വീണ്ടും ചതയ നാളിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളെത്തും. കാത്തിരിക്കുക.